ആരേലും ഈശോയുടെ ഈ സക്രാരിക്ക് നേരെ അല്ല വിശുദ്ധ കുർബാനയ്ക്ക് നേരെ കാണിക്കുന്ന ആ ഹൃദയം മുഴുവൻ സമർപ്പിച്ച് കാണിക്കുന്ന ഒരു ആദരവുണ്ടല്ലോ, അത് ഇതിനേക്കാളല്ല 1000 തീസസുകളെക്കാളും കൂടുതൽ ഈ കാണുന്ന മനുഷ്യരെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുമെന്നാണ് പറയുന്നത്. അങ്ങനെ അന്നേരം അത് നമ്മുടെ ദൈവത്തോട് നമ്മൾ കാണിക്കേണ്ട ഏറ്റവും അടുത്തൊരു നമുക്ക് ദൈവവിശ്വാസം ഉണ്ടെന്ന് വലിയ തെളിവുമാണ് ഇത്. അല്ലാതെ നമ്മളിങ്ങനെ അഭിനയിക്കുമല്ല, ഇത് നമ്മുടെ അസ്തിത്വത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ദൈവത്തോട് കാണിക്കുന്ന ഇതേ അത് ധനുസ്മയാളച്ചനെങ്കിൽ അങ്ങനെ വിശുദ്ധ കുർബാന അത് കേട്ടിട്ടുണ്ടല്ലോ, ഈ യഹൂദനുമായിട്ടേ മത്സരം നടത്തി. മത്സരമല്ല, യഹൂദൻ പറഞ്ഞു വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ തിരുവോസ്തിക്കകത്ത് ഇല്ലെന്ന് പറഞ്ഞു. അപ്പം ധനുസ്മയാളച്ചൻ പറഞ്ഞു, ധനുസ്മയാളച്ചന് തർക്കിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആ പുള്ളി ഒരു വ്യവസ്ഥ വെച്ചു, ഞാൻ ഒരു കഴുതയെ കൊണ്ടുവരാം, കേട്ടിട്ട് കാണുമായിരിക്കും, അത് പട്ടിണിക്ക് ഇട്ടിട്ട് കൊണ്ടുവരാം, നീ വിശുദ്ധ കുർബാനയായിട്ട് വാ, ആ കഴുത എന്നാ ചെയ്യുമെന്ന്. അപ്പം ഒരിടത്ത് ഈ കഴുതയെ കുറേ ദിവസങ്ങൾ തീറ്റ കൊടുക്കാതെ ഇട്ടിട്ട് കഴുതയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള തീറ്റ വെച്ചിരിക്കുന്നു. ഇപ്പുറത്ത് ധനുസ്മയാളച്ചൻ വിശുദ്ധ കുർബാനയായിട്ട് വന്നു. അപ്പം കഴുത പോലും കാല് മടക്കി ആദരിക്കുന്നവർ, അതൊരു ചരിത്ര സംഭവമാണ്. അപ്പം അന്നേരം ഇങ്ങനെ ജീവികൾക്ക് പോലും അങ്ങനെ സെൻസേഷനുണ്ട്. അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒത്തിരി വിശുദ്ധരെക്കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധരിങ്ങനെ അവരെ അടക്കാൻ കൊണ്ടുപോകുന്ന സമയത്താണ്, അല്ലാതെ ചുമ്മാ ജീവിച്ചിരിക്കുമ്പോഴല്ല, അടക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് പെട്ടിയിലിരുന്ന ആൾക്കാർ ഇങ്ങനെ ഈ വിശുദ്ധ കുർബാനയുടെ പള്ളിയുടെ ഇതിലിങ്ങനെ വാസ് ചെയ്ത് അവർ ചെയ്തെന്നവരുടെ മരിച്ച ആൾക്കാർ, അങ്ങനെ ഒത്തിരി കേസുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരെ അടക്കുമായത് അങ്ങനെ പോലും ഉണ്ട്. അങ്ങനെ ഒരു പുസ്തകത്തിൽ വായിച്ച കുറേ കേസുകൾ അങ്ങനെ. അപ്പോൾ അന്നേരം ഞാനിങ്ങനെ ഓർക്കുന്നത്, നമുക്കങ്ങനെ ഈശോയോട് അല്ലെ കുർബാനയോട് നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു സ്നേഹമേ ഈശോയോടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈശോ അതിപ്പോൾ നമ്മുടെ ഈ പേ ഉണ്ടല്ലോ, ഈ നമ്മുടെ ഒരു അതിൻ്റെ ചിഹ്നത്തിൽ ഇങ്ങനെ അതിങ്ങനെ കാണിച്ചു കഴിയുമ്പോഴേ, അത് കാണിച്ചു കഴിയുമ്പോൾ ഒരു സ്റ്റാമ്പ് പോലെയുള്ള ഒരു ഇതേ കാണിച്ചു കഴിയുമ്പോൾ നമുക്ക് നമ്മൾ പേ ചെയ്യാവുന്നവർക്ക് അവിടെ ചെല്ലുമല്ലേ, ഒരു ചെറിയൊരു പിക്ചറിനെ ഇങ്ങനെ കാണിച്ചു കഴിയുമ്പോൾ അത് ഉദ്ദേശിക്കുന്ന ആൾക്ക് അതിൻ്റെ പൈസ എന്നാണേലും ചെല്ലുവാണല്ലോ. അപ്പോൾ അത് ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നുണ്ടേ, നമ്മുടെ മനുഷ്യൻ വിശ്വസിക്കുന്ന കാര്യങ്ങളെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്യത്തക്ക പോലെ സയൻസ് ഒരിക്കൽ പുരോഗമിച്ച് വരുന്നേ. അതിൻ്റെ അർത്ഥം നമ്മളൊരു പടത്തെ, ഒരു കുഞ്ഞു പടം പോലെ, ഒരു സ്റ്റാമ്പ് പോലെ ഒരു സാധനത്തെ കാണിച്ചാൽ അത്രയും കമ്മ്യൂണിക്കേഷൻ സാധ്യത ഇതുണ്ടെങ്കിൽ അതിന് അത്ഭുതം. നമ്മൾ ആലോചിക്കാഞ്ഞില്ല, ഇത് നമ്മൾ വെച്ച് പൈസ ആയിട്ട് അങ്ങനെ ഇത് ചെയ്യുന്നേ ഉള്ളൂ. എന്നാ വലിയൊരു സംഭവം അത് തന്നെ നമ്മുടെ